നിർണായക ചർച്ചകൾക്കായി മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകും. കെഎസ്ആർടിസിയിലെ സ്ത്രീ സൗജന്യ യാത്രയും ചർച്ചയാകും. സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഗതാഗത മന്ത്രി അവതരിപ്പിക്കും. IAS തലപ്പത്തെ അഴിച്ചുപണിയിലെ അതൃപ്തി മന്ത്രിമാർ യോഗത്തിൽ ഉന്നയിച്ചേക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയെ കാണാനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകും. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നിർണായക മന്ത്രിസഭാ യോഗമാണ്. നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്രയടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ധാരണയിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്ത് IAS തലപ്പത്തെ അഴിച്ചുപണിയടക്കം ചർച്ചയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മന്ത്രിസഭാ യോഗം കൂടിയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിൽസി, നിർണായകമായ മന്ത്രിസഭാ യോഗം തന്നെയാണ് ഇന്ന് ചേരാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അത് ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഒരു കരട് തയ്യാറാക്കുക എന്നുള്ളതാണ്. 29-നാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. അന്നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുക. ആ കരട് അംഗീകരിക്കണം, അത് ഗവർണർക്ക് നൽകണം. അതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട, അതാണ് പ്രധാനപ്പെട്ട അജണ്ടയായി മന്ത്രിസഭാ യോഗത്തിന് മുന്നിലുള്ളത്. ഒപ്പം തന്നെയാണ് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ബാധ്യതയാണ് KSRTCക്ക് വരാൻ പോകുന്നത്, സംസ്ഥാന സർക്കാർ എത്ര ബാധ്യത വരും എന്നതുൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് അത് നിലവിൽ ഗതാഗത മന്ത്രി തയ്യാറാക്കിയിട്ടുണ്ട്. KSRTCക്ക് വരുന്ന ബാധ്യതയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗതാഗത മന്ത്രി തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ മൊത്തത്തിൽ ഈ ധനവകുപ്പ് ഉൾപ്പെടെ അക്കാര്യത്തിലുള്ള ഒരു കണക്ക് ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരും. ഏകദേശം 112 കോടിയോളം രൂപ സൗജന്യമായി എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി നൽകിയാൽ അത് 112 കോടിയോളം രൂപ അധിക ബാധ്യതയായി വരും എന്നുള്ളതാണ് KSRTCയുടെ നിലവിലെ കണക്കെന്ന് പറയുന്നത്. അത് മറികടന്നുകൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നിലവിൽ പരിശോധിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് പൂർണ്ണമായും എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുന്നില്ലെങ്കിലും സിറ്റി ഓട്ടങ്ങൾ, ഒപ്പം തന്നെ ഈ ഓർഡിനറി ബസ്സുകളിലും സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ അതിൽ സൗജന്യ യാത്ര അനുവദിക്കുക എന്ന ചർച്ചകൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ജൂൺ 15 മുതലാണ് നിലവിൽ സൗജന്യ യാത്ര മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അത് കേരളം ഉറ്റുനോക്കുന്നതാണ്. കാരണം നിലവിൽ മന്ത്രിസഭയുടെ അജണ്ടയിൽ ഉള്ള വിഷയമല്ല. ഏതെങ്കിലും തരത്തിൽ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഇത്ര ക്രമാതീതമായി കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭിക്കുന്ന അധിക നികുതി അതിൽ ഏതെങ്കിലും കുറവ് വരുത്തി ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊള്ളുമോ എന്നാണ്. അതും ഒരു നിർണായകമായ ഒരു കാര്യമായി കേരളം ഉറ്റുനോക്കുന്നതാണ്. എന്തായാലും വലിയ വിലവർധനമാണ് കേരളത്തിൽ ഡീസലിനും ഇപ്പോൾ പെട്രോളിനുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. സാധനങ്ങളുടെ വിലവർധനവ്, ഒപ്പം തന്നെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പെട്രോളും ഡീസലും അടിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിലവർധനവ് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതും ഇന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒപ്പം തന്നെ നിലവിൽ IAS തലപ്പത്ത് സർക്കാർ അധികാരമേറ്റതിനു ശേഷം നിലവിൽ IAS തലപ്പത്ത് ഒരു അഴിച്ചുപണി നടത്തിയിരുന്നു. അത് വകുപ്പുകളുമായി ആലോചിക്കാതെ, വകുപ്പ് മന്ത്രിമാരുമായി ആലോചിക്കാതെയാണ് ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടായത് എന്നുള്ള അഭിപ്രായം, എന്നുള്ള അമർഷം അത് ചില മന്ത്രിമാർക്കുണ്ട്. പ്രത്യേകിച്ച് ലീഗിന്റെ മന്ത്രിമാർക്ക് ഉണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള വ്യവസായ സെക്രട്ടറി മാറ്റിയതുമായി ബന്ധപ്പെട്ട അത്തരമൊരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ളൊരു എതിർപ്പ്, തങ്ങളുടെ പരാതി അത് മന്ത്രിസഭാ യോഗത്തിൽ ഈ മന്ത്രിമാർ അറിയിക്കും എന്നുള്ളതാണ് നിലവിലെന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ചേരാൻ പോകുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനം മുഖ്യമന്ത്രി തന്നെ അതിനുശേഷം വിശദീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്, ഒപ്പം തന്നെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട മറ്റ് കരടിന് അംഗീകാരം നൽകുമോ, അത് ഗവർണർക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമോ എന്ന കാര്യത്തിൽ ഉള്ള ഒരു വിശദീകരണം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക.